തേഞ്ഞു മാഞ്ഞുപോയ കേസ് ഇങ്ങനെ ഉയർന്നു വരുമെന്ന് അവന്തിക സ്വപ്നത്തെ പോലും ചിന്തിക്കില്ല. അമ്മാവനെ കൊന്ന കേസിൽ അവന്തികയെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. അതും വെറും തെളിവുകളല്ല, സംസാരിക്കുന്ന തെളിവുകൾ. അത് അവന്തിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോ അവന്തിക ജയിലടിക്കുള്ളിലാവും, അത് ഉറപ്പല്ലേ? അവന്തികയെ പോലുള്ള ഒരു വിഷപ്പാമ്പിനടിക്കുമ്പം പത്തിക്ക് തന്നെ അടിച്ചു വീഴ്ത്തണം. പിന്നീട് തലപൊക്കാൻ അവസരം കൊടുക്കരുത്. അതിനുള്ള സമയം മാത്രമാണ് ഇനി നമുക്കുള്ളത്. ഈ മരിച്ചുപോയ അമ്മാവന് ബന്ധുക്കളാരുമില്ലേ? ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അന്വേഷിക്കണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം അവരെ കണ്ടുപിടിക്കാൻ വേണം. അവന്തിക്കെതിരെയുള്ള അന്തിമ പോരാട്ടത്തിൽ നമുക്കൊപ്പം അവരും കളത്തിലിറങ്ങണം. എങ്കിലേ അവന്തികയുടെ സർവനാശം പൂർത്തിയാവൂ. എന്നാലും ഇങ്ങനെ കാണാമറിയത്തിരുന്ന് നമ്മളെ സഹായിക്കുന്നത് ആരായിരിക്കും? 2 ടൈമിലെയും ഫീസ് ഒരുമിച്ച് അടച്ചിട്ടുണ്ട്, അതും കുടിശ്ശിക അടക്കം. അത് കേട്ടപ്പോ എന്റെ തല ഇറങ്ങിപ്പോയി. സത്യം പറഞ്ഞ അമ്മുക്കുട്ടി ഇന്ദുവും കൂട്ടുകാരെ വിട്ട് വേറെ സ്കൂളിലേക്ക് പോകുന്നതിൽ വലിയ വിഷമത്തിലായിരുന്നു. ഫീസ് അടച്ചല്ലോ, അപ്പൊ ഇനി ഞങ്ങള് വേറെ സ്കൂളിലേക്ക് പോണോ? ഇനി എന്തായാലും നിങ്ങളെ മാറ്റുന്നില്ല. അല്ല, നമ്മളെ സഹായിക്കുന്ന ആളെന്തിനാ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നേ? ചിലപ്പോ എന്റെ അച്ഛമ്മളുടെ ആത്മാവായിരിക്കും അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അമ്മ എന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? അമ്മയോട് ഞാൻ പലതവണ പറഞ്ഞതാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വീട്ടിൽ പറയരുതെന്ന്. അർച്ചന മരിച്ചെന്ന് അമ്മയോട് ആരെങ്കിലും വന്ന് പറഞ്ഞോ? ഫീസ് അടച്ചത് ആത്മാവാണ് പോലും. പിന്നെ ആത്മാവിന് അതല്ലേ പണി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അർച്ചന മരിച്ചു എന്നുള്ള ചിന്ത ഇതോടെ എല്ലാവരും ഇവിടെ ഉപേക്ഷിച്ചേക്കണം. അർച്ചന മരിച്ചിട്ടില്ല, ജീവനോടുണ്ട്. എവിടെ? എടാ പറയടാ, ജീവനോടുണ്ടെങ്കിൽ അവൾ എവിടെയാ? നീ കണ്ടോ? അമ്മേ, ഞാൻ കാണാത്തൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ എന്റെ അർച്ചന മരിച്ചുപോയെന്ന് ഇനി ആരും ഈ വീട്ടിൽ മിണ്ടിപ്പോവരുത്. അതെനിക്കിഷ്ടമല്ല. എടാ, ഇവരെന്തിനാ എന്നോട് ചൂടാവുന്നേ? സച്ചേട്ടന്റെ മനസ്സില് അച്ചുചേച്ചി ഇപ്പോഴും ജീവനോടെ ഉണ്ടമ്മേ. അതിന്റെ ഇടയിൽ ആന്റി എന്തിനാ ഈ ആത്മാവിന്റെ കഥയും പറഞ്ഞുകൊണ്ട് വന്നേ? ഇത് എടി, പിന്നെ ആരാ ഇതൊക്കെ ചെയ്യിക്കുന്നത്? ഇങ്ങനെ പിന്നാലെ നടന്ന് സഹായിക്കാൻ ആർക്കെങ്കിലും ഭ്രാന്തുണ്ടോ?